അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സമസ്തയുടെ മദ്രസകളിൽ ഈ വർഷം മുതൽ അഥവാ 2026 7ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ ലിസാനുൽ ഖുർആനിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതുവരെയുള്ള ലിസാനുൽ ഖുർആനിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തി വലിയ പുതുമയോടെയാണ് പുതിയ ലിസാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സബാഹുൽ ഈദ്, പെരുന്നാൾ പ്രഭാതം എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. ഇതിൽ പറയുന്നത് ഫിഅല്, ഫായില്, മഫ്ഊല്. എന്താണ് ഫിഅല്, എന്താണ് ഫായില്, എന്താണ് മഫ്ഊല്, ഈ കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ. നമുക്കൊന്ന് വായിക്കാം. ഫീ സബാഹി യൗമിൽ ഈദി, പെരുന്നാൾ പ്രഭാതത്തിൽ, ഇസ്തൈഖള സ്വാലിഹുൻ വ ഉഖ്തുഹു സ്വാലിഹത്തുൻ ഖബ്ലൽ ഫജ്രി, പ്രഭാതത്തിന് മുമ്പ് സ്വാലിഹും സഹോദരി സ്വാലിഹത്തും ഉണർന്നു. ഫഖാല, എന്നിട്ട് അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ ഉണർന്ന ഉടനെ ചൊല്ലേണ്ട ദിക്റാണെന്ത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ഫിഅലും ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ള ഫായിലും ആണ്. ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് മഫ്ഊലുമാണ്. നമുക്ക് വായിക്കാം. സുമ്മ തവല്ലഅ സ്വാലിഹുൻ, പിന്നെ സ്വാലിഹ് വുളു എടുത്ത്, വ ഖറജ ഇലൽ മസ്ജിദി മഅ അബീഹി, പിതാവിനോടുകൂടെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. വസല്ലയ അസ്സുബ്ഹ ഫി ജമാഅത്തിൻ, രണ്ടുപേർ സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ചു. വഖറഅൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്തു. സുമ്മ റജഅ ഇലൽ ബൈത്തി, പിന്നീട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചുപോയി. വസല്ലത്ത് സ്വാലിഹത്തു ഫി ബൈത്തിഹാ മഅ ഉമ്മിഹ, സ്വാലിഹ ഉമ്മയോടുകൂടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു. വഖറഅതാ അൽ ഖുർആന, രണ്ടുപേരും ഖുർആൻ പാരായണം ചെയ്തു. സുമ്മ ദഹബൽ ജമീഉ ഇലൽ മത്ബഖി, പിന്നീട് എല്ലാവരും കിച്ചണിലേക്ക് പോയി. വസനഅത്തിൽ ഉമ്മു ത്വആമൻ ലദീദൻ, ഉമ്മ രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. വസഅദഹാ സ്വാലിഹുൻ വ ഉഖ്തുഹു, ഉമ്മയെ സ്വാലിഹും തന്റെ സഹോദരിയും സഹായിച്ചു. സുമ്മ ഇഗ്തസല സ്വാലിഹുൻ ലിൽ ഈദി, പിന്നീട് സ്വാലിഹ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കുളിച്ചു, പെരുന്നാൾക്ക് വേണ്ടി കുളിച്ചു. വലബിസ മലാബിസഹുൽ ജദീദ, സ്വാലിഹ് പുതുവസ്ത്രം ധരിച്ചു. വഖറജ ഇലൽ മസ്ജിദി മഅ അബീഹി, ഉപ്പയോടുകൂടെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. വഹുമാ യുകബ്ബിറാനി, രണ്ടുപേരും തക്ബീർ ചൊല്ലുന്നു. വബഅദ സ്വലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം, ലഖിയ സ്വാലിഹുൻ അസ്ദിഖാഅഹു, സ്വാലിഹ് തന്റെ കൂട്ടുകാരെ കണ്ടു. വസല്ലമ അലൈഹിം, അവരോട് സലാം പറഞ്ഞു. വതബാദലു തഹാനിഅ, അവർക്ക് ആശംസകൾ കൈമാറി. സുമ്മ സാറ സ്വാലിഹുൻ ഖബ്റ ജദ്ദിഹി വജദ്ദത്തിഹി മഅ അബീഹി, പിന്നീട് സ്വാലിഹ് തന്റെ വല്യപ്പയുടെയും വല്യമ്മയുടെയും ഖബർ പിതാവിന്റെ കൂടെ സിയാറത്ത് ചെയ്തു. വബഅദ ദാലിക റജഅ ഇലൽ ബൈത്തി, ശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വന്നു. വഗ്തസലത് സ്വാലിഹ, സ്വാലിഹത്ത് കുളിച്ചു. വസബഅത് യദഹാ ബിൽ ഹിന്നാഇ, അവൾ അവളുടെ കയ്യിൽ മൈലാഞ്ചിയിട്ടു. വലബിസത്തിൽ മലാബിസൽ ജദീദത, അവൾ പുതുവസ്ത്രം ധരിച്ചു. വസഅദത് ഉമ്മഹാ ഫീ തർതീബിൽ മാഇദ, അവൾ തന്റെ ഉമ്മയെ തീൻമേശ ക്രമീകരിക്കാൻ വേണ്ടി സഹായിച്ചു. ഹളറ ജമീഉ അഅളാഇൽ ഉസ്റതി ഹൗലൽ മാഇദതി, കുടുംബക്കാർ മുഴുവനും തീൻമേശക്കരികെ ഇരുന്നു. വതനാവല ത്വഅമ, അവർ ഭക്ഷണം കഴിച്ചു. സുമ്മ സാറ സ്വാലിഹുൻ വ ഉഖ്തുഹു അൽ അഖാരിബ മഅൽ അബവൈനി, പിന്നീട് സ്വാലിഹും തന്റെ സഹോദരിയും
മാതാപിതാക്കളോട് കൂടെ കുടുംബക്കാർ സന്ദർശിച്ചു. ഫഅതൽ അമ്മു സ്വാലിഹൻ, പിതാവിന്റെ സഹോദരൻ സ്വാലിഹിന് നൽകി. വഉഖ്തഹു, അവന്റെ സഹോദരിക്കും നൽകി. ഈദിയത്തൻ ജമീല, ഭംഗിയുള്ള പെരുന്നാൾ സമ്മാനം. വഅതാഹുമൽ ഖാലു മിഅത റുബിയ, അവർ രണ്ടുപേർക്കും അമ്മാവൻ 100 രൂപ കൊടുത്തു. ഇതാണ് പാഠം. ഈ പാഠത്തിലാണ് എന്താണ് ഫിഅൽ, എന്താണ് ഫാഇൽ എന്ന് മഫ്ഊൽ എന്ന് മനസ്സിലാക്കി തരുന്നത്. അൽ ബഹ്സു, ഇതിനെ കുറിച്ചുള്ള ചർച്ചയാണ്, ഡിസ്കസ്. കുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അഹ്മരി ഫിൻ നസ്സ് ഫിഅലുൻ. ഈ ചാപ്റ്ററിൽ റെഡ് കളറിൽ കൊടുത്ത പദങ്ങളെല്ലാം ഫിഅലാണ്. വകുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അഖ്ലരി തദുല്ലു അലാ മൻ ബഖഅ മിൻഹുൽ ഫിഅലു. ഇതിൽ കൊടുത്ത ഗ്രീൻ കളറിൽ കൊടുത്ത പദങ്ങളെല്ലാം അറിയിക്കുന്നത് അതിൽ നിന്ന് ഫിഅൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, അഥവാ ഫായിലാണ് എന്നാണ് അറിയിക്കുന്നത്. വകുല്ലു കലിമത്തിൻ മുലവ്വനത്തിൻ ബിൽ ലൗനിൽ അസ്റഖി, ബ്ലൂ കളറിൽ കൊടുത്ത പദങ്ങളെല്ലാം തദുല്ലു അറിയിക്കുന്നു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു, അതിലാണ് പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്, ആ വസ്തുവിലാണ് പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്, അഥവാ മഫ്ഊലാണെന്ന് അറിയിക്കുന്നു. ഇനി നോക്കൂ, അൽ ഫിഅലു, എന്താണ് ഫിഅൽ? കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഖാസിൻ, പ്രത്യേകമായ ഒരു സമയത്ത് ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നറിയിക്കുന്ന പദത്തിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. പ്രത്യേകമായ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സമയോ വരാനിരിക്കുന്ന സമയോ അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയോ. മാലി, മുസ്തഖ്ബൽ, ഹാല്, പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് എന്ന് പറയാം. അൽ ഫായിലു, എന്താണ് ഫായിൽ? ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു, പ്രവൃത്തി ഉണ്ടായതിന്റെ മേലിൽ അതിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നറിയിക്കുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുന്നത്. അൽ മഫ്ഊലുൻ ബിഹി ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫിഅലു. മഫ്ഊലുൻ ബിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ മേലിൽ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നറിയിക്കുന്ന നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മിനാണ് എന്ത് പറയുന്നത്? മഫ്ഊലുൻ ബിഹി എന്ന് പറയുന്നത്. ഒരു അറബി സെന്റൻസ് ഉണ്ടാക്കുന്നത് ഫിഅൽ ഉണ്ടാവും, ഫിഅൽ, ഫായിൽ, മഫ്ഊലുൻ ബിഹി, അറബി വാക്യം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പേജ് നോക്കൂ. ഒന്നാമത്തെ പ്രവർത്തനം തദ്രീബാത്താണ്. ഒന്നാമത്തെ പ്രവർത്തനം നഖറഉ വനഫ്ഹമുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊലുൻ ബിഹി. താഴെ പറയുന്ന ഫിഅല്, ഫാഇല്, മഫ്ഊലുൻ ബിഹിയെ കുറിച്ച് മനസ്സിലാക്കാം. അൽ ജുംല, ജുംല വാക്യം അല്ലെങ്കിൽ വാചകം, സെന്റൻസ് എന്ന് പറയാം. അതിൽ നിന്ന് ഫിഅല്, ഫാഇല്, മഫ്ഊല്. ആ ജുംല പറയുന്നു, സ്വനഅത്തിൽ ഉമ്മു ത്വആമൻ, ഉമ്മ ഭക്ഷണം പാകം ചെയ്തു. സ്വനഅത്ത് ഫിഅലാണ്, പ്രവൃത്തിയാണ്. ഉമ്മു ഫായില്, ഉമ്മയിൽ നിന്നാണ് ഭക്ഷണ പാചകം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് അത് ഫായിലാണ്. മഫ്ഊലുൻ ബിഹി ത്വആമൻ, ഭക്ഷണം. ഉമ്മ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഭക്ഷണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് മഫ്ഊലുൻ ബിഹി ആയത്. അതേപോലെ ഓരോന്ന് മനസ്സിലാക്കുക. ലഖിയ സ്വാലിഹുൻ അൽ അസ്ദിഖാഅ, സ്വാലിഹ് കൂട്ടുകാരെ കണ്ടുമുട്ടി. ലഖിയ ഫിഅല്, സ്വാലിഹുൻ ഫാഇല്, അൽ അസ്ദിഖാഅ മഫ്ഊലുൻ ബിഹി. ലബിസത്ത് സ്വാലിഹത്തുൽ മലാബിസ, സ്വാലിഹ വസ്ത്രങ്ങൾ ധരിച്ചു. ലബിസത്ത് ഫിഅല്, സ്വാലിഹത്തു ഫാഇല്, അൽ മലാബിസ മഫ്ഊലുൻ ബിഹി. ഹളറൽ ജമീഅ, മുഴുവനും പ്രസന്റായി, മുഴുവനും പേർ വന്നു. ഹളറ ഫിഅല്, അൽ ജമീഉ ഫാഇൽ. ഇവിടെ മഫ്ഊലുൻ ബിഹി ഇല്ല, അപ്പൊ മഫ്ഊലുൻ ബിഹി ഇല്ലാതെയും സെന്റൻസ് വരാമെന്നർത്ഥം. ദഹബൽ ജമീഉ, മുഴുവൻ പേരും പോയി. ദഹബ ഫിഅല്, അൽ ജമീഉ ഫാഇല്. സെക്കൻഡ് ആക്ടിവിറ്റി, നുമയ്യിസുൽ ഫിഅല വൽ ഫാഇല വൽ മഫ്ഊലൻ ബിഹി വനക്തുബുഹു ഫിൽ ഖാന. താഴെ പറയുന്ന ജുംലയിൽ നിന്ന്
ഫീല് ഫായില് മഫ്ഊലും ബിഹി എന്ന് മനസ്സിലാക്കി വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് കോളത്തിൽ എഴുതാനാണ്. അൽ ജുംല ഖറഅൽ അബുൽ ഖുർആന, പിതാവ് ഖുർആൻ പാരായണം ചെയ്തു. ഇതിലെ ഫീല് ഖറഅ, ഫായില് അബ്, ഖുർആന മഫ്ഊലും ബിഹി. അക്കല ഖാലിദുൻ അൽ കഅക, ഖാലിദ് കേക്ക് തിന്നു. അക്കല ഫീല്, ഖാലിദ് ഫായില്, അൽ കഅക മഫ്ഊലും ബിഹി. സാറ തിഫ്ലുൽ ജദ്ദ, ആൺകുട്ടി വല്യുപ്പയെ സന്ദർശിച്ചു. സാറ ഫീല്, അത്തിഫ്ലു ഫായില്, അൽ ജദ്ദ മഫ്ഊലും ബിഹി. സറഅ മുഹമ്മദുൻ അൽ ബഖല, മുഹമ്മദ് പച്ചക്കറി കൃഷി ചെയ്തു. സറഅ ഫീല്, മുഹമ്മദൻ ഫായില്, അൽ ബഖല മഫ്ഊലും ബിഹി. റജഅത്തിൽ ബിന്തു മിനൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നു. റജഅത്ത് ഫീല്, അൽ ബിന്തു ഫായില്. തേർഡ് ആക്ടിവിറ്റി നുകമ്മിലു ബിൽ മുനാസിബി മിമ്മാ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ എടുത്ത് യോജിച്ച് പൂരിപ്പിക്കുക. 1. സാറ അലിയുൻ അൽ അസ്ദിഖാ, അലി അസ്ദിഖാ കൂട്ടുകാരെ സന്ദർശിച്ചു. സാറ ഫീൽ, അലിയുൻ ഫായിൽ, അസ്ദിഖാ മഫ്ഊലാണ്, മഫ്ഊലും ബിഹിയാണ്. അസ്ദിഖാ എന്നുള്ളത് നസ്ബായത് കൊണ്ടാണ് മഫ്ഊലും ബിഹി ആയത്, മഫ്ഊലും ബിഹി ആയിട്ട് തിരഞ്ഞെടുത്തത്. 2. അകലൽ ഖിത്തു വസ്സമക, പൂച്ച മത്സ്യം തിന്നു. അകല ഫീല്, ഖിത്തു ഫായില, സമക മഫ്ഊല്. 3. ഖതഅൽ വലദു അൽ ബിത്തീഖ, കുട്ടി ബത്തക്ക കട്ട് ചെയ്തു. ഖതഅ ഫീല്, വലദ് ഫായില്, ബിത്തീഖ മഫ്ഊലും ബിഹി. 4th ആക്ടിവിറ്റി നക്തശഫുൽ ഫായില മിമ്മാ ബൈനൽ ഖൗസൈനി വനുകമ്മിൽ ഫറാഖ്, ബ്രാക്കറ്റിൽ നിന്ന് ഫായില് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. വസലൽ അബു അസ്സിയാബ, പിതാവ് വസ്ത്രം കഴുകി. ഇവിടെ വസല മുദക്കറാണ്, മുദക്കറായ ഫീലായതുകൊണ്ടാണ് അബ് എന്ന മുദക്കറായ ഫായിലിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 2. നജഹത് ഖദീജത്തുൻ ഫിൽ ഇംതിഹാൻ, ഖദീജ പരീക്ഷയിൽ വിജയിച്ചു. നജഹത്ത് ഫിഇല് മുഅന്നസാണ്, അതുകൊണ്ടാണ് ഖദീജത്തു എന്ന ഫായില് മുഅന്നസിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 3. തഖറഉൽ ജദ്ദത്തു അൽ ജരീദത, വല്ലിപ്പ ന്യൂസ് പേപ്പർ വായിച്ചു. തഖറഉ എന്നത് ഫിഇല് മുഅന്നസാണ്, അതുകൊണ്ടാണ് ജദ്ദത്ത് എന്ന ഫായില് മുഅന്നസിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഇല് മുദക്കറായാൽ ഫായില് മുദക്കറായിരിക്കണം, ഫിഇല് മുഅന്നസായാൽ ഫായില് മുഅന്നസായിരിക്കണം. അതൊരു നിയമമാണ്. 5th ആക്ടിവിറ്റി നഖറഉൽ ആയാത്തി താലിയത വനക്തശഫു മിൻഹൽ ഫിഇല വൽ ഫായില വൽ മഫ്ഊലും ബിഹി, താഴെ പറയുന്ന ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിലെ ഫിഇല് ഫായില് മഫ്ഊലും ബിഹി എടുത്തെഴുതാം. ജുംല വഖതല ദാവൂദ് ജാലൂത, ദാവൂദ് ജാലൂത്തിനെ കൊന്നു. ഖതല ഫീല്, ദാവൂദ് ഫായില്, ജാലൂത മഫ്ഊലും ബിഹി. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹു ഖറാർ ലംഘിക്കുകയില്ല. ലാ യുഖ്ലിഫു ഫിഇല്, അല്ലാഹു ഫായില്, അൽ മിആദ മഫ്ഊലും ബിഹി. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനത്തെ തയ്യാറാക്കി കൊടുത്തു. അഅദ്ദ ഫിഇല്, അല്ലാഹു ഫായില്, മഗ്ഫിറത്തൻ മഫ്ഊലും ബിഹി. ഇനി നെക്സ്റ്റ് പേജ് 6th ആക്ടിവിറ്റി നഫ്ഹമു അസ്മാ അൽ അഖാരിബി വനക്തുബുൽ മഅന ബിമുസാഅദത്തിൽ മുഅല്ലിം, അധ്യാപകന്റെ സഹായത്തോടെ കുടുംബക്കാരെ പേര് മനസ്സിലാക്കിയിട്ട് അതിന്റെ മീനിങ് എഴുതാം. ആർക്കാണ് ജദ് എന്ന് പറയാ? ജദ് വല്ലിപ്പ, ജദ്ദത്ത് വല്യമ്മ, അമ്മുൻ പിതാവിന്റെ സഹോദരൻ, ഉപ്പയുടെ സഹോദരൻ, അമ്മത്ത് ഉപ്പയുടെ സഹോദരി, ഖാലുൻ ഉമ്മയുടെ സഹോദരൻ, ഖാലത്ത് ഉമ്മയുടെ സഹോദരി, ഹഫീദുൻ പേരക്കുട്ടി, സിബത്തുൻ മകളുടെ മകൻ. ഇതാണ് ഇതിന്റെ അർത്ഥങ്ങൾ. ഇനി നമുക്ക് ലാസ്റ്റ് വർക്ക് അൽ മുഅജ്ജം
ഒരു ഡിക്ഷണറിയാണ്, വർക്കല്ല, പാഠത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ലദീദൻ രുചികരമായ, ഇഗ്തസല കുളിച്ചു, മൽബസുൻ ജംഅ മലാബിസു വസ്ത്രം, തഹ്നിഅത്തുൻ ജംഅ തഹാനിൻ ആശംസ, തബാദല തഹാനിയ ആശംസകൾ കൈമാറി, സ്വബഗ ചായം തേച്ചു, ഹിന്നാഉൻ മൈലാഞ്ചി, മാഇദത്തുൻ തീൻമേശ അതല്ലെങ്കിൽ സുപ്ര, ഖരീബുൻ ജംഅ ഖാരിബു ബന്ധു, ഖീദിയത്തുൻ പെരുന്നാൾ സമ്മാനം, ഖാന കോളം. പുതുമയോടെ ഇറക്കി ലിസാൻ എല്ലാം നന്നായി പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.